ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോമിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ, മഴയൊക്കെ പെയ്തിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ പുഴയിൽ സൈഡിലായിട്ട് നിറയെ ചുരുളി വന്നിട്ടുണ്ടാവും. ചുരുളി എന്ന് പറയുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതാണ് ഈ ചുരുളി എന്ന് പറയുന്നത്. നമ്മളിത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ വന്നതാണ്. നമ്മൾ പുഴയുടെ സൈഡിലാണ് വന്നിട്ടുള്ളത്. നല്ല വെള്ളം കയറി നിൽക്കുന്ന സമയമാണ്. കലങ്ങിയിട്ടുണ്ട് പുഴയൊക്കെ, എന്നാലും നിറയെ വെള്ളമുണ്ട്. ഇതാണ് നമ്മുടെ ചുരുളിയുടെ ഇല. അപ്പോൾ ഇത് മൂത്തുപോയ ഇലയാണ്. നമ്മൾ പിഞ്ചായിട്ടുള്ള ആ ഒരു തണ്ടോട് കൂടിയിട്ടാണ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു ഇലവർഗ്ഗമാണ് ഈ ചുരുളി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചുരുളി കിട്ടാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കുക തന്നെ വേണം. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചുരുളിക്ക്. പാടത്തിലും പുഴയുടെ സൈഡിലും കുളത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ഈ ഒരു ചുരുളി നിങ്ങൾ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാൻ വേണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തോരനുള്ള ചുരുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുളിയൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ചുരുളി കഴുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് കഴുകണം. മണലുണ്ടാവാൻ സാധ്യതയുണ്ട് പുഴയുടെ സൈഡിൽ നിന്നതുകൊണ്ട്. അപ്പോൾ നല്ല പോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുത്തി നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. ചെറിയൊരു വേവേ ഉള്ളൂ. പക്ഷെ നമ്മൾ കഴുകുന്ന സമയത്ത് ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ഒരു 2 മണിക്കൂറൊക്കെ ഇതിങ്ങനെ നിർത്തിയതിന് ശേഷം നമുക്ക് തണ്ടോട് കൂടിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഹോംലി വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചുരുളി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ചുരുളി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം സവോളയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സവോളയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്ത് നോർമലായിട്ട് നമ്മൾ തോരൻ വയ്ക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. സവോള വളരെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുക. നമ്മളൊരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ, അതുവരെ വയ്ക്കാം. അതിനുശേഷം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോളയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചുരുളി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ചുരുളിക്ക് ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല, പക്ഷേ വെള്ളം ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതെ ചേർത്താൻ ശ്രദ്ധിക്കണേ. ചുരുളി ആഡ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സമയം ഉപ്പ് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇലവർഗ്ഗം ആയതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചുരുളി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതേപോലെ കഴിക്കുന്നവർക്ക് കഴിക്കാം. അതല്ല ഒന്നും കൂടി ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു തേങ്ങയുടെ ഭാഗം സ്കിപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. നമ്മുടെ ചുരുളി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം നല്ലൊരു ടേസ്റ്റുള്ള ഇലവർഗ്ഗത്തിൻ്റെ തോരനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.